പറ്റിയേ? എന്താ പറ്റിയേ? എന്താ ഈ ഒളിപ്പിക്കുന്നേ? ഇതെന്താ? എന്തിനാ ഇങ്ങനെ ചെയ്തത്? നിനക്ക് വേണ്ടി ഈ വേദനയിൽ ഞാൻ ഒരു സുഖം കണ്ടെത്തുന്നുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് തരാറുള്ള സുഖമുള്ള വേദന. എനിക്കറിയാം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നാലും വേദനിക്കുന്നില്ലേ? വേദനിക്കുന്നുണ്ട്, പക്ഷേ ഇത് കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒന്ന് ആസ്വദിക്കണമെങ്കിൽ ഡ്യൂറേഷൻ വേണ്ടേ? ഇതിപ്പോ 3 സെക്കൻഡോ 4 സെക്കൻഡോ എനിക്കും കണ്ട. വരുന്നു. എന്തെടുക്ക അവിടെ? ഒന്നുമില്ല. എന്നാലും എന്താ ഒരു ഒളിച്ചുകളി? ഒന്നും ഇല്ലെന്റെ മോളെ. എന്നെ കൂടി കാണിച്ചു തരുമോ? എന്ത്? മൊബൈല്. അതിന് ഞങ്ങളുടെ മൊബൈൽ ഉണ്ടെന്ന് ആര് പറഞ്ഞു? എന്തിനാ കള്ളം പറയുന്നേ? പ്ലീസ്. നിനക്ക് എന്ത് പറ്റി? ടീച്ചറിനോട് പറഞ്ഞ് ഒരു പ്രാവശ്യം സസ്പെൻഷൻ വാങ്ങി തന്നത് പോരെ നിനക്ക്? സോറി, ഇത് ഞാൻ പറയില്ല. സത്യം? എന്നാ പിടിച്ചോ. നിനക്ക് എന്ത് പറ്റി? വല്ലതും കുടുങ്ങി കാണും. ഈ മൊബൈൽ എടുത്തോ, ഇതിലാവുമ്പോ 500 എണ്ണം ഉണ്ടാവും. എനിക്കറിയില്ല നോക്കാൻ. ദാ ഇങ്ങനെ. ഹലോ മീനു, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. മോനെ സ്കൂളിൽ നിന്ന് ഞാൻ കൂട്ടിക്കോളാം. എന്റെ സുധിയേട്ടൻ ഇത് എന്ത് പറ്റി? ശരി, ഓക്കെ. എന്നാലും സുധിയേട്ടൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ആയത്? അതെ, പപ്പു ഉപ്പ് വരും. അതിനു മുമ്പ് ബാഗിൽ വെച്ചോളൂ. എന്താ ഇത്? ഒരു മൊബൈൽ ഫോണാ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിളിക്കണം, അല്ലാതെ പറ്റുന്നില്ല. താങ്ക്സ്. ഞാൻ പറയാനിരിക്കായിരുന്നു. പലവട്ടം ഞാൻ ആലോചിച്ചതാ വാങ്ങാനായി. പപ്പു വരുന്നു. നാളെ കാണാം. ഞാൻ പോണേ. വൈകിട്ട് ഞാൻ ആ ഫോണിലേക്ക് വിളിക്കട്ടോ. ഓക്കെ. എനിക്ക് സന്തോഷായി. എപ്പ വേണമെങ്കിലും സംസാരിക്കാലോ. നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ. അവിടെ ഉണ്ടോ? അതിന് ഞാൻ പുറത്തല്ലല്ലോ, റൂമിലല്ലേ. എനിക്ക് ആ ജനലിലൂടെ നോക്കിയേ, തണുത്ത കാറ്റ് വരുന്നുണ്ടോന്ന്. ഉണ്ട്, ചെറിയ കാറ്റ്. തണുക്കുന്നുണ്ടോ? ഞാൻ വരട്ടെ? ഈ കാറ്റിന് ശക്തി കൂടിയില്ലേ? മോളെ, ദേ മീനാക്ഷി ചേച്ചി വിളിക്കുന്നു. മമ്മയുടെ ഫോണിൽ മീനാക്ഷി ചേച്ചി വിളിക്കുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാം, പ്ലീസ്. ഈ ഷർട്ടുകളൊക്കെ എന്ത് നല്ല ചേർച്ചയാ സുധിയേട്ടന്. വെറുതെ കുറച്ചു കാലം മാറ്റി വെച്ചു. ഇനി മുതൽ ഏട്ടൻ ഫുൾ സ്ലീവ് ഇട്ടാ മതി കേട്ടോ.